മിനിമം മാർക്ക് 30% അടിസ്ഥാനത്തിലുള്ള 8ാം ക്ലാസ് പരീക്ഷയുടെ പൂർണ്ണരൂപത്തിലുള്ള ഫലപ്രഖ്യാപനം ഇന്ന് ഏപ്രിൽ 6 നടത്തുമെന്ന് പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു. സംസ്ഥാനത്ത് 1229 സർക്കാർ സ്കൂളുകളിലും 1434 എയ്ഡഡ് സ്കൂളുകളിലും 473 അൺഎയ്ഡഡ് സ്കൂളുകളിലുമായി പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ മേൽനോട്ടത്തിൽ 8ാം ക്ലാസ്സിലെ വാർഷിക പരീക്ഷ നടത്തിയിരുന്നു. എഴുത്തു പരീക്ഷയിൽ ഓരോ വിഷയത്തിലും 30% മാർക്ക് നേടാത്ത വിദ്യാർത്ഥികളുടെ വിവരങ്ങൾ ഏപ്രിൽ 7 രക്ഷകർത്താക്കളെ അറിയിക്കുമെന്നും പ്രസ്തുത കുട്ടികൾക്ക് ഏപ്രിൽ 8 മുതൽ 24 വരെ അധിക പിന്തുണ ക്ലാസുകൾ നടത്തുമെന്നും മന്ത്രി അറിയിച്ചു. ക്ലാസുകൾ രാവിലെ 9:30 മുതൽ 12:30 വരെയായിരിക്കും. നിശ്ചിത മാർക്ക് നേടാത്ത വിഷയങ്ങളില് മാത്രം വിദ്യാർത്ഥികൾ അധിക പിന്തുണ ക്ലാസുകളിൽ പങ്കെടുത്താലും മതിയാകും. ഏപ്രിൽ 25 മുതൽ 28 വരെ പുനഃപരീക്ഷയും ഫലപ്രഖ്യാപനം ഏപ്രിൽ 30 നടത്തും. 9ാം ക്ലാസ്സിൽ മുൻവർഷത്തെ പോലെ തന്നെ സേ പരീക്ഷ നടത്തും. 8ാം ക്ലാസ്സിലെ പിന്തുണ ക്ലാസുകൾ ഏപ്രിൽ 8 മുതൽ 24 വരെ നടത്തുന്നതിനുള്ള ഉത്തരവും ഓരോ ജില്ലയിലും പിന്തുണ ക്ലാസുകൾ നിരീക്ഷിക്കുന്നതിന് ഉദ്യോഗസ്ഥരെ നിയമിച്ചുകൊണ്ടുള്ള ഉത്തരവും പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഇറക്കിയിട്ടുണ്ട്. ഓരോ വിദ്യാലയത്തിലെയും സാഹചര്യം പരിഗണിച്ച് അവിടുത്തെ അധ്യാപകരുടെയും രക്ഷകർത്താക്കളുടെയും ജനപ്രതിനിധികളുടെയും സഹകരണത്തോടെയാണ് ക്ലാസുകൾ നടത്തുന്നതെന്ന് മന്ത്രി അറിയിച്ചു. ജില്ലാ അടിസ്ഥാനത്തിലും സംസ്ഥാന അടിസ്ഥാനത്തിലും പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ, മറ്റു ഉദ്യോഗസ്ഥന്മാർ, അധ്യാപക സംഘടനാ നേതാക്കൾ തുടങ്ങിയവരെ പങ്കെടുപ്പിച്ചുകൊണ്ട് യോഗം കൂടിയ അവസരത്തിൽ അവരിൽ നിന്നും നല്ല പിന്തുണയാണ് ലഭിച്ചത്. അതിനു പുറമെ എംഎൽഎമാരുടെയും ജനപ്രതിനിധികളുടെയും പൂർണ്ണ പിന്തുണ ലഭ്യമായിട്ടുണ്ട്. കൂടാതെ മഹാഭൂരിപക്ഷം വരുന്ന അധ്യാപകരും ഇത്തരത്തിലുള്ള കൂടുതൽ ക്ലാസുകൾ വേണമെന്ന് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ സ്കൂളുകളിൽ ക്ലാസുകളുടെ മോണിറ്ററിംഗും അർഹതപ്പെട്ട കുട്ടികൾക്ക് പരിഗണന ലഭ്യമായിട്ടുണ്ടോ എന്നത് സംബന്ധിച്ച് വിശദമായ പരിശോധനയും ഉണ്ടാകും. ഇതുകൂടാതെ BRC, CRC തലത്തിലുള്ള മോണിറ്ററിംഗ് സംവിധാനവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. പദ്ധതികളുടെ കാര്യക്ഷമമായ നടത്തിപ്പിന് നിർവഹണ ഉദ്യോഗസ്ഥരുടെ സംസ്ഥാനതല യോഗം ഏപ്രിൽ 7 നടത്തും. സ്കൂൾ അവധിക്കാലത്ത് ഉച്ചഭക്ഷണ പദ്ധതിയുടെ ഭാഗമായി കുട്ടികൾക്ക് 4 കിലോ അരി വിതരണം ചെയ്യുമെന്നും മന്ത്രി അറിയിച്ചു. 26 ലക്ഷം കുട്ടികൾക്ക് 17,313 മെട്രിക് ടൺ അരി വിതരണം ചെയ്യും.